വണ്ടി ടൊയോട്ടോ ഇന്നോവയാണ്. ഇതിൽ കംപ്ലൈൻറ്റ് ബ്രേക്കിംഗ് ടൈം ഹെവി നോയ്സാണ്. എന്താ വെച്ചാൽ ബ്രേക്ക് പാഡ് പോയതിൻ്റെ ഒരു മെറ്റൽ സൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടി സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ കാറ് ഒരു ഹമ്പിലൊക്കെ ചാടുമ്പോൾ ഒരു കറക്കെന്നുള്ളൊരു സൗണ്ടും ഹെവി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ നോർമലി നിർത്തിയിട്ട് സ്റ്റിയറിംഗ് തിരിക്കുമ്പോഴും അതേ സൗണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. സ്റ്റിയറിംഗ് തിരിക്കും വേണ്ട, ഈ നോർമൽ ഈ തിരിയിൽ തന്നെ സൗണ്ട് കിട്ടുന്നുണ്ട്. ഈ സൗണ്ടാണ് ഹെവി സൗണ്ടായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് മെയിനായിട്ട് വരുന്നത് ലോവർ ആമിൻ്റെ ബോൾ ജോയിൻറ്റ്, ലോവർ ആം അപ്പർ ആം ബോൾ ജോയിൻ്റ് എന്നാണ് ഈ സൗണ്ട്, ഇങ്ങനെയുള്ള സൗണ്ട് ഹെവി ആയിട്ട് വരിക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോവർ ആമിൻ്റെ അപ്പർ ആമിൻ്റെ ബോൾ ജോയിൻറ്റിലുള്ള ഗ്രീസ് കംപ്ലീറ്റും പോയിട്ട് വരുന്ന സൗണ്ടാണ് ഈ വരുന്നത്. എന്ന് വെച്ചാൽ മെറ്റൽ ടു മെറ്റൽ അരയുന്ന സൗണ്ട്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും അഴിച്ച് നോക്കണത് അപ്പറാമാണോ ലോവറാമാണോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് അറിയില്ല. നമ്മൾ വണ്ടി ഒന്ന് പൊക്കിയിട്ട് വേണം ചെക്ക് ചെയ്യാനായിട്ട്. എന്താ വെച്ചാൽ വണ്ടി പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലോവറാമിൻ്റെ ലോഡ് ഇല്ലെങ്കിൽ അപ്പറാമിൻ്റെ ലോഡ് മൊത്തം താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൗണ്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ നിർത്തി ചെക്ക് ചെയ്യുന്നത്. ലോഡ് വന്നാൽ മാത്രമേ ആ സൗണ്ട് വരുള്ളൂ. എന്ന് വെച്ചാൽ ബോൾ ജോയിൻറ്റ് പ്രസ് ആവണം, എന്നാൽ മാത്രമേ സൗണ്ട് വരുന്നുള്ളൂ. നമുക്ക് ഇത് കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് അതിൻ്റെ ബൂട്ട് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് WD-40 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏതിലെയാണ് സൗണ്ട് കറക്റ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും പൊക്കിയിട്ട് നമുക്ക് കൺഫേം ആക്കാം ഏതിലാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഈ സൗണ്ടാണ് ഹെവി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ലോവർ ആമെന്നാണ് തോന്നുന്നുണ്ട് അത് സൗണ്ട്. എന്തായാലും നമുക്കത് ചെക്ക് ചെയ്യാം. നമ്മളിത് ഇങ്ങനെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ ടു മെറ്റൽ കോൺടാക്റ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തേയ്മാനം സംഭവിക്കും. തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ബ്രോക്കൺ ആവാനും സാധ്യത ഉണ്ട്. എന്തായാലും നമുക്കിതൊന്ന് പൊക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ആക്ക് ഇത് കറക്റ്റ് ലോവർ ആമെന്ന് തന്നെയാണ് ഈ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ശരി, മതി. അപ്പൊ ഇതിപ്പോ ലോവർ ആമെന്ന് തന്നെയാണ് സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഇനിയിപ്പോ അത് ഒന്നുകൂടെ കൺഫേം ആക്കാനായിട്ട് ഈ ബൂട്ടിന് ഈ ക്ലിപ്പ് ഉണ്ട്. ആ ക്ലിപ്പ് ഇടിച്ചതിന് ശേഷം ഉള്ളിൽ കുറച്ച് WD-40 അടിച്ചതിന് ശേഷം നമുക്കൊന്ന് കറക്കി നോക്കാം. അപ്പൊ നമുക്ക് കൺഫേം ആയിട്ട് അറിയാൻ പറ്റും അതിന്റെ ആണോ ഇല്ല എന്നുള്ളത്. ഈ സൗണ്ട് മെയിൻ ആയിട്ട് വരുന്നത് ഇതിന്റെ ഫുള്ള് ഗ്രീസ് ഔട്ട് ആയിട്ടാണ് ഈ സൗണ്ട് വരുന്നത്. മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് സൗണ്ടാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ നമുക്കിത് എന്തായാലും ഒന്ന് അഴിച്ചിട്ടൊന്ന് WD-40 അടിച്ചു നോക്കാം. ഇത് ബൂട്ട് അഴിച്ചില്ല, ചെറിയൊരു ഹോൾ കണക്ടർ വെച്ചിട്ട് ചെറിയൊരു ഹോൾ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഫുൾ മാറാനായതുകൊണ്ട് ഇതിപ്പോൾ ബൂട്ട് ഡാമേജ് ആയാലും നമുക്ക് കുഴപ്പമില്ല. ഇത് കൺഫേം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ബൂട്ടിൽ ഹോൾ ഇട്ടത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ബൂട്ടിൽ ഹോള് ഇടില്ല. നമ്മൾ ഈ ക്ലിപ്പ് അഴിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ സമയത്ത് ഈ സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തോട്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് മ്യൂട്ടായി പോയി. അത് ഞാൻ ആ കോളറിന്ന് എടുക്കുമ്പോൾ മ്യൂട്ടായി പോയി. അതാണ് സൗണ്ട് പക്കയായിട്ട് പോയത്. ഇപ്പം ഞാനിപ്പോൾ അഡീഷണൽ വോയിസ് ഇട്ടിട്ടാണ് ഇതിനകത്ത് ഇടുന്നത്. കാര്യങ്ങളൊന്നും ശരിയാവില്ല. എന്നാലും ഞാൻ അതിൽ പറയേണ്ട കാര്യം ഞാൻ കറക്റ്റായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ലോവർ ആം തന്നെയാണ് കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുന്നത്. നമ്മളിപ്പോൾ WD-40 അടിച്ചപ്പോൾ അതിൻ്റെ സൗണ്ട് പൂർണ്ണമായിട്ടും അതൊന്ന് പോയിട്ടുണ്ട്. ഞാൻ ക്ലിപ്പ് ഊരാതെ ഒരു ചെറിയൊരു ഹോൾ, എന്താ വെച്ചാൽ എനിക്ക് കൺഫേം ആണ് അത് തന്നെയാണെന്ന്. അതുകൊണ്ട് മാത്രമാണ് മാറേണ്ട സാധനം ആയതുകൊണ്ടാണ് ഞാൻ ബൂട്ടിലൊരു ഹോൾ ഇട്ടിട്ട് WD-40 അടിച്ചത്. ഇപ്പോൾ തിരിക്കുമ്പോൾ ആ സൗണ്ട് ഒട്ടും തന്നെ ഇല്ല, കംപ്ലീറ്റ്ലായിട്ട് പോയിട്ടുണ്ട്. അത് ഉള്ളിലുള്ള ഗ്രീസ് കംപ്ലീറ്റും പോയിട്ടാണ് ഈ സൗണ്ട് കൂടുതലായിട്ടും വന്നുകൊണ്ടിരുന്നത്. മനസ്സിലായോ? ആ മെറ്റൽ ടു മെറ്റൽ കോൺടാക്റ്റ് ആകുമ്പോൾ നമ്മൾ വണ്ടി ഷേക്ക് ചെയ്യുമ്പോൾ ഷിവർ ആകുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ വരുമ്പോൾ തന്നെ ആ ഒരു സൗണ്ട് അതിനകത്ത് വരും. എന്താ വെച്ചാൽ മെറ്റൽ പൂർണ്ണമായിട്ടും ഗ്രീസ് പോയിട്ട്. അത് മാത്രമല്ല നല്ല ഷേക്കും ഉണ്ട് ലോവർ ആം ബോൾ ജോയിൻറ്റ്. കണ്ടോ, ഇപ്പോൾ ആ ഒരു ചെറിയൊരു ഷേക്ക് കാണുന്നുണ്ട്. അപ്പോൾ ക്യാമറയിൽ എത്രത്തോളം കാണുന്നുള്ളത് അറിയില്ല, എന്നാലും നല്ലൊരു ഷേക്കും ഉണ്ട് അതിനകത്ത്. അതുപോലെ നമ്മുടെ റൈറ്റ് സൈഡിലെ ലോവർ ആം കുഴപ്പമില്ല, അതിൽ ഷേക്കോ കാര്യങ്ങളോ വേറെ ഒന്നുമില്ല. ലെഫ്റ്റ് സൈഡ് മാത്രമാണ് കംപ്ലൈൻ്റ് ആയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വേറെ ചെക്ക് ചെയ്യാനുള്ളത് സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, അതുപോലെ തന്നെ ലിങ്ക് റോഡ്, ബാലൻസ് റോഡ്, ബുഷ്, പിന്നെ അപ്പർ ആം, ഷോക്കിൻ്റെ ബുഷുകൾ, ഇത്രയും സസ്പെൻഷൻ പാർട്സാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ ഇതിൽ ചെക്ക് ചെയ്തപ്പോൾ ഫ്രണ്ടിലെ അപ്പർ ആമിൻ്റെ ബോൾ ജോയിൻറ്റ് 2 പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റ് നല്ല ഷേക്ക് ഉണ്ട്. അത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഈ ലോവർ ആം ബോൾ ജോയിൻറ്റ് പോയാൽ അലൈൻമെൻറ്റ് തെറ്റും, പക്ഷെ അത്രയ്ക്കും നമുക്ക് അലൈൻമെൻറ്റിനെ അങ്ങനെ അങ്ങ് ബാധിക്കില്ല.
വ്യത്യാസം വരും, അങ്ങനെ അങ്ങ് ബാധിക്കും. ഈ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, ലോവർ ആമിൻ്റെ ബുഷ് അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് കൂടുതലായിട്ടും നമുക്ക് അലൈൻമെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്, ടയറിൻ്റെ തേയ്മാനത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നതും, അത് ലോവർ ആമിൻ്റെ ബുഷും അതുപോലെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, ടയറോടെ എൻഡ് അങ്ങനെ വരുമ്പോഴാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് ലോവർ ആം ബോൾ ജോയിൻറ്റ് വരുമ്പോൾ ഷെയ്ക്കും സൗണ്ടും അല്ലാതെ അലൈൻമെൻറ്റിന് വലുതായിട്ട് ബാധിക്കില്ല, എന്നാലും ബാധ ഉണ്ടാവും, വലുതായിട്ട് ബാധിക്കില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീലും കൂടെ ഒന്ന് അഴിച്ചിട്ട് അപ്രാമിൻ്റെ ഷെയ്ക്ക് ഒന്നുകൂടെ കൺഫേം ആക്കാം. പിന്നെ അതുപോലെ ഷോക്കിൻ്റെ മൗണ്ട് ഒന്നുകൂടെ നോക്കാനുണ്ട്. അപ്രാമിൻ്റെ ഷെയ്ക്ക് ഇതെങ്ങനെ നമ്മൾ ആ ഷോക്കിൻ്റെ ഇടയിൽ ഒരു ഹോളുണ്ട്, അതിലിട്ടിട്ട് കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ ഷെയ്ക്ക് ഉണ്ട്, മൈന്യൂട്ട് ഷെയ്ക്കാണ്, ഏകദേശം ഒരു 30% 40%ഓളം ഷെയ്ക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഷോക്കിൻ്റെ മൗണ്ട് നോക്കാനായിട്ട് മൗണ്ടിൻ്റെ മുകളിലൊരു വാഷർ വരും, മൗണ്ടിങ് വാഷർ. നമ്മൾ ഒരു നെട്ടിട്ട് ടൈറ്റ് ചെയ്യുന്ന ഭാഗം 14 നെട്ടിട്ട് ടൈറ്റ്, ആ ഗ്രൂവ് കറക്റ്റ് ലെവലായിരിക്കണം, എല്ലാവിടെയും ഈവൺ ആയിരിക്കണം. എന്നാൽ മാത്രമേ കറക്റ്റ് മൗണ്ട് പോയിട്ടുള്ള എന്നുള്ളൊരു ഇതുണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ മൗണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു സൈഡ് ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൗണ്ടിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയൊരു വാഷറാണ്, ഒരു ലേഔട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ചെറിയൊരു തിക്നെസ്സിൽ. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ളത് സ്റ്റെമ്മും ആ മൗണ്ടിൻ്റെ മെറ്റലുമാണ്, അത് തമ്മിൽ അടിക്കും, ടെക്കെന്ന് അടിക്കും. അത് കുണ്ടി ആടുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും കട്ടറിലൊക്കെ പോകുമ്പോൾ കിടുക്കുന്നുള്ള അടി വരും അതിനകത്ത്. അങ്ങനെയാണ് ആ ഷോക്കിൻ്റെ മൗണ്ട് പുഷ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ബ്രേക്ക് പാഡ് സൗണ്ട് ഉണ്ടായിരുന്നു ഇതിനകത്ത് നേരത്തെ, പക്ഷേ ഈ ബ്രേക്ക് പാഡിൻ്റെ എല്ലാ സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ലോവർ ആമിൻ്റെ ബോൾ ജോയിൻറ്റ് പോയത് കൊണ്ട് തന്നെയാണ് സൗണ്ട് വന്നിരിക്കുന്നത്, അല്ലാതെ ബ്രേക്ക് പാഡ് പോയിട്ട് മെറ്റലിൽ ഒരിക്കുക അങ്ങനെയൊന്നും ഇതിനകത്തില്ല. അതുപോലെ തന്നെ അപ്പറാം ബോൾ ജോയിൻറ്റും റൈറ്റ് സൈഡ് ഇതിനകത്ത് നല്ലവണ്ണം ഷേക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിനേക്കാളും ഷേക്ക് റൈറ്റ് സൈഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലോവർ ആം ബോൾ ജോയിൻറ്റ്, അപ്പർ ആം ബോൾ ജോയിൻറ്റ് 2 സ്റ്റിയറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റും മാറാനുണ്ട്. അപ്പോൾ അത് 3 നമുക്ക് ഇതിനകത്ത് മാറ്റിവിടാം. ഇതിപ്പോൾ അപ്പർ ആം ബോൾ ജോയിൻറ്റ് അഴിക്കാൻ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, 2 17-ൻ്റെ ബോൾട്ടാണുള്ളത്. പിന്നെ അടിയിലൊരു 22-ൻ്റെ ഒരു നെട്ടും വരുന്നുണ്ട്. ഒരു ലോക്ക് വെടിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഈസി ആയിട്ട് മാറാൻ പറ്റും. അതുപോലെ ലെഫ്റ്റ് സൈഡിലെ ഷോക്ക് മൗണ്ടും വലിയ കുഴപ്പമില്ല, കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് മാറി അപ്പറാമും ലോവർ ആമും അഴിച്ചിട്ട് നമുക്ക് ലേത്തിൽ കൊണ്ടുപോയിട്ട് വേണം പ്രസ് ചെയ്യാനായിട്ട്, അല്ലാതെ നമുക്ക് ഇവിടെ തന്നെ പ്രസ് ചെയ്യാൻ കഴിയില്ല. ലേത്തിൽ ഹൈഡ്രോളിക് പ്രസ്. ഇതിൽ ചെയ്തിട്ടുള്ളത് സ്റ്റിയറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അപ്പറാം ബോൾ ജോയിൻറ്റ്, ഈ സൈഡ് ലോവറും അപ്പുറമാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വീലിട്ടിട്ടൊന്ന് സൗണ്ട് ഉണ്ടോയെന്നുള്ളത് നോക്കാം, ഓടിച്ച് താഴെ ഇറക്കിയാൽ മാത്രമേ അതിൻ്റെ സൗണ്ട് കറക്റ്റായിട്ട് അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നോവയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സൗണ്ട്, ആ ചെറിയ മൂവ്മെൻറ്റിൽ തന്നെ നല്ലൊരു സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ ആ സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ലോവർ ആമിൻ്റെ സൗണ്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലോവർ ആം മാറിയതുകൊണ്ട് ആ സൗണ്ട് പക്കയായിട്ട് പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഓടിച്ച് നോക്കുമ്പോൾ ബ്രേക്കിൻ്റെ സൗണ്ട് വരുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് നോക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ബ്രേക്കിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് ബ്രേക്കിൻ്റെ സൗണ്ടും കൂടെ കൺഫേം ആക്കിയിട്ട് വേണം വണ്ടി ഡെലിവറി ചെയ്യാനായിട്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചവിട്ടുമ്പോഴും കറക്കുന്ന സൗണ്ട് വരുന്നുണ്ട്, എന്നാൽ ആക്ഷൻ വരുമ്പോൾ സൗണ്ടാണത്. പക്ഷേ നമുക്ക് അത് കേൾക്കുമ്പോൾ അത് ബ്രേക്ക് ഡിസ്കിൽ ഒരയുന്നത് പോലെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക് അഴിച്ചൊന്ന് പക്കയായിട്ട് ലൂബ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടിട്ടുള്ളൂ. നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഒന്നുകൂടെ നോക്കാം. വണ്ടി ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നേരത്തെ ആ സൗണ്ട് കംപ്ലീറ്റും പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ ഭാഗത്ത് വേറൊരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈ ഫ്രണ്ട് കംപ്ലീറ്റ് സസ്പെൻഷൻ അഴിച്ചത് കൊണ്ട് കുറച്ച് റഫ് റോഡിൽ നല്ലവണ്ണം സ്പീഡിൽ അതുപോലെ തന്നെ കട്ടറിലൊക്കെ കയറ്റി ഓടിച്ച് തന്നെ നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ബോൾട്ട് ലൂസുകൾ ഇല്ലെങ്കിൽ അലൈൻമെൻറ്റിൻ്റെ ബോൾട്ട് ലൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് കറന്നുള്ള സൗണ്ടുകൾ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റഫ് റോഡിലൊക്കെ കൂടുതൽ ഓടിച്ചു, വേറെ കുഴപ്പമൊന്നുമില്ല, പക്കയാണ്. നേരത്തെ സൗണ്ടുകളൊന്നുമില്ല. നേരത്തെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു കറന്നൊരു സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അതുമില്ല. അത് ഈ ലോവർ ആമിൻ്റെ ബോൾ ജോയിൻറ്റിൽ നിന്ന് തന്നെയാണ് സൗണ്ട് വന്നത്. വണ്ടി അപ്പോൾ പെർഫെക്റ്റ്ലി ഓക്കെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.